ഞങ്ങളൊരു 5 ദിവസമായിട്ട് വീട്ടിലില്ലായിരുന്നു. ജസ്റ്റ് ഒരു ട്രിപ്പ് പോയേക്കുവായിരുന്നു. ഒരു ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് അപ്പോൾ പോകാന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം വൈകുന്നേരം വന്നിട്ട് പറഞ്ഞാൽ നമുക്കെന്നാൽ ഇപ്പോൾ വിട്ടേക്കാന്ന്. എല്ലാ വീഡിയോസും കാര്യങ്ങളൊന്നും ഇല്ല, കാരണം എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് എല്ലാം അങ്ങ് എടുക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ ഞങ്ങൾ എറണാകുളത്ത് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ വട്ടവടക്ക് വിടുമായിരുന്നു. വട്ടവടയിൽ ഞങ്ങൾക്ക് സ്റ്റേ ഒക്കെ എൻ്റെ ഇക്ക ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇക്കയുടെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ടായിരുന്നു. അത് ഫുള്ള് മഡ് ഹൗസ് ആയിരുന്നു. എനിക്ക് എല്ലാ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടണം, അന്ന് ഇടണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഫുൾ ആയതുകൊണ്ട് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അത് നല്ലൊരു വലിയ മലയുടെ മേലായിരുന്നു, നമുക്ക് നടന്ന് കയറണമായിരുന്നു. പക്ഷെ ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട് ജീപ്പ് വന്നിട്ടുണ്ടായിരുന്നു. തിരിച്ച് ഞങ്ങൾ ഇറങ്ങി നടന്നാണ് പോയിട്ടുണ്ടായിരുന്നു, കാരണം ഇറക്കമായതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങി പോകാൻ പറ്റും. അങ്ങനെ പിറ്റേ ദിവസം ഞങ്ങൾ ഒരു റിസോർട്ട് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മൂന്നാറായിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്, ആനച്ചാലിലായിരുന്നു. അങ്ങനെ അവിടെ ചെന്ന് ഫ്രഷ് ആയി ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും പൂളിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ കൂടെ വേറൊരു ആൾക്കാരുണ്ടായിരുന്നു, തമിഴ്നാട്. ഞങ്ങൾ അപ്പുറം ഇപ്പുറം റൂമിലായിരുന്നു. നല്ല കമ്പനിയായിരുന്നു. ഇച്ചുവിൻ്റെ പ്രായമുള്ള ഒരു കൊച്ചും ഉണ്ടായിരുന്നു അവർക്ക്. അങ്ങനെ ഇച്ചുവയ്ക്കും കൂടെ നല്ല കളിയായിരുന്നു. ഇച്ചുവിന് ഇങ്ങനെ വെള്ളത്തിൽ കളിക്കുന്ന ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ നേരെ വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു. ഫുള്ള് 4 ഡേ ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വാഗമണ്ണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്ന 2-3 സ്ഥലത്തായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പാഞ്ചാലിമേട്, അങ്ങനെ 2-3 സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. എനിക്ക് സത്യം പറഞ്ഞാൽ കാറിൽ പോകുന്ന ഇഷ്ടമല്ല. കാറിൽ പോയി കഴിഞ്ഞാൽ ഒരുമാതിരി മത്താണ്. എനിക്ക് കാറിൽ കുറച്ച് ദൂരം പോയി കഴിയുമ്പോൾ ഞാൻ ഛർദ്ദിക്കും. പിന്നെ ആ ട്രിപ്പിൻ്റെ ഒരു മൂഡേ കിട്ടത്തില്ല. ഞങ്ങളിങ്ങനെ കുറേ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, ഇച്ചുമായിട്ട് വണ്ടി പോകുന്നത് ഓക്കെ ആകുമോ എന്നൊക്കെ. ഞങ്ങൾ കുറേ ഇങ്ങനെ ടെൻഷൻ ആയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇച്ചു വണ്ടിയിൽ ഇരിപ്പുണ്ടെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞില്ല. അത്രയ്ക്കും എന്ന് വെച്ചാൽ സൈലൻ്റ് ആയിരുന്നു ആൾ, അലമ്പൊന്നും ഇല്ലായിരുന്നു. അവന് വണ്ടി പോകണത് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ ഉണ്ടല്ലോ, ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നപ്പോൾ ഞങ്ങളുടെ ഫ്രണ്ടിൽ ഒരു ജീപ്പ് ഉണ്ടായിരുന്നു. ആ ജീപ്പിലെ ആൾക്കാരൊക്കെ ഞങ്ങളുടെ വീഡിയോസ് എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം അതിനകത്തുനിന്ന് ഒരാൾ എടുത്തിട്ട്, ഒരു കപ്പിൾ എടുത്തിട്ട് ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ ചോദിച്ചിട്ട് ഞങ്ങളിങ്ങനെ വണ്ടി ഓടിക്കുന്നതിനിടയ്ക്ക് നമ്പറൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവർ ഞങ്ങൾക്ക് വാട്സപ്പിൽ സെൻഡ് ചെയ്ത് തന്നെയാണ്. അവർ വണ്ടി നിർത്തിയിട്ട് പറഞ്ഞു നിങ്ങൾ 3 പേരെ കാണാൻ നല്ല രസമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2ാമത്തെ ദിവസം ഞങ്ങൾ മൂന്നാറായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അത് മൂന്നാർ വലിയ ക്ലൈമറ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു, കോടയൊന്നും വലുതായിട്ട് ഇല്ലായിരുന്നു. പക്ഷെ നല്ല തണുപ്പുണ്ടായിരുന്നു. മൂന്നാർ ആനച്ചാലിൽ ഒരു റിസോർട്ടിൽ സ്റ്റേ ആയിരുന്നു. പിറ്റേ ദിവസം രാവിലെ ഞങ്ങൾ എഴുതിയിട്ട് വാഗമണ്ണ് പോയിട്ടുണ്ടായിരുന്നു. വാഗമണ്ണ് അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. ഞങ്ങൾ വാഗമണ്ണ് എത്തിയപ്പോഴത്തേക്ക് ഒരു 6:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല രീതിക്ക് കോട ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാൻ പറ്റത്തില്ല, കാരണം വണ്ടി ഓടിച്ചിട്ട് കാണാൻ പറ്റുന്നില്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഇക്കയുടെ ശിക്കാരയിൽ പോയൊരു ഗസ്റ്റ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റിൻ്റെ കട എന്തോ അവിടെയായിരുന്നു. അങ്ങനെ അവരെ വിളിച്ചപ്പോഴത്തേക്ക് അവർക്ക് റൂംസ് അവൈലബിൾ ആയിരുന്നു. അങ്ങനെ അവരുടെ റൂമിലായിരുന്നു ഞങ്ങൾ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഞങ്ങൾ വെളുപ്പിന് ഒരു 6:30 ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. വൈകുന്നേരം ഇറങ്ങാന്നുള്ള രീതിയിലായിരുന്നു. പക്ഷേ പപ്പിയുടെ ചേച്ചീൻ്റെ 28, കൊച്ചിൻ്റെ 28 ആയിരുന്നു. പിന്നെ എൻ്റെ പപ്പിയുടെ വീട്ടിലെ പെരവാസ്തോലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ രാവിലെ വെളുപ്പിനെ ഇറങ്ങിയിട്ട് വലിയ തണുപ്പില്ല, പക്ഷെ ഭയങ്കര കോടയായിരുന്നു. നമുക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളെ പോലും കാണാൻ പറ്റുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് 2 പേർക്കും ആണെങ്കിൽ പോലും വണ്ടി പോയിട്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇങ്ങനെ എത്തുമ്പോഴത്തേക്കും ചെറിയ കുഞ്ഞ് ചായക്കടകളൊക്കെ കാണുമ്പോഴത്തേക്കും അവിടുന്ന് ചായയും കടികളൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയും കയറിയാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ആലപ്പുഴയ്ക്ക് ലൊക്കേഷൻ ഇട്ടപ്പോഴത്തേക്ക് 108 കിലോമീറ്റർ ഒന്നും ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളൊരു 8:30 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ